ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സർക്കാർ സർവീസിൽ വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. കാറ്റഗറി നമ്പർ 582/2024. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് താഴെ പറയുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ, അതായത് www.kerala.psc.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇതിനോടകം രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ ആയത് തിരിച്ചറിയൽ രേഖയായി ചേർക്കേണ്ടതാണ്. വകുപ്പ് കേരള പോലീസ്. ഉദ്യോഗപ്പേര് വനിതാ പോലീസ് കോൺസ്റ്റബിൾ, അതായത് വനിതാ പോലീസ് ബറ്റാലിയൻ. ശമ്പളം 31,100 രൂപ മുതൽ 66,800 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. ഈ വിജ്ഞാനപ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല. വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വനിതാ പോലീസ് ബറ്റാലിയൻ വഴി മാത്രം നടത്തുന്നതും ജില്ലകളിൽ ഉണ്ടാകുന്ന പ്രസ്തുത തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ഈ ബറ്റാലിയനിൽ നിന്നും അഡ്വൈസ് അല്ലെങ്കിൽ റാങ്ക് സീനിയോറിറ്റി ക്രമത്തിൽ വനിതാ സേനാംഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തത് നിയമന രീതിയാണ്. നേരിട്ടുള്ള നിയമനം സംസ്ഥാനാടിസ്ഥാനത്തിൽ. പ്രായപരിധി 18 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധി മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 29 വയസ്സായും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സായും നിജപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് യോഗ്യതകൾ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിശ്ചിത യോഗ്യതയുള്ള മതിയായ എണ്ണം SC/ST വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മാത്രം അവർക്കായി സംവരണം ചെയ്തിരിക്കുന്ന ക്വാട്ട നികത്തുന്നതിനായി ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കുന്നതാണ്. ശാരീരിക യോഗ്യതകൾ കുറഞ്ഞത് 157 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. പ്രത്യേകത, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 150 സെന്റിമീറ്റർ ഉയരം മതിയായിരിക്കും. അടുത്തത് ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയും. ഔട്ട്ഡോർ ജോലികൾ സജീവമായി ചെയ്യാനുള്ള കായിക ശേഷിയും ശാരീരിക യോഗ്യതയും കഴിവും ഉണ്ടെന്ന് കാണിക്കുന്നതും സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റിൽ താഴെയല്ലാത്ത ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓരോ ഉദ്യോഗാർത്ഥിയും ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. താഴെ പറയുന്ന തരത്തിൽ കണ്ണട വെക്കാതെയുള്ള കാഴ്ചശക്തി ഉള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. കാഴ്ച: ദൂരക്കാഴ്ച വലത് കണ്ണിനും ഇടത് കണ്ണിനും 6/6 സ്നെല്ലൻ. സമീപ കാഴ്ച ഇടത് കണ്ണിനും വലത് കണ്ണിനും 0.5 സ്നെല്ലൻ. ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. അതുകൂടാതെ വർണ്ണാന്ധത, സ്വിൻഡ് അല്ലെങ്കിൽ കണ്ണിന്റെയോ കൺപോളകളുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കാവുന്നതാണ്. മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കാലുകൾ, കോമ്പല്ല് അതായത് മുൻപല്ല്, ഉന്തിയ പല്ലുകൾ, കൊഞ്ഞ, കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത്. ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള ഫോറത്തിൽ ശാരീരിക ക്ഷമതയും കാഴ്ചശക്തിയും സംബന്ധിച്ച സർക്കാർ സർവീസിലുള്ള അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റിന്റെ റാങ്കിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അസൽ ഹാജരാക്കേണ്ടതാണ്. കൂടാതെ ഈ സർട്ടിഫിക്കറ്റ് പ്രമാണ പരിശോധന സമയത്ത് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. 1 സ്റ്റാർ നിലവാരത്തിലുള്ള നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ താഴെ പറയുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം. ഇനങ്ങളും അതുപോലെ തന്നെ 1 സ്റ്റാർ നിലവാരവും പറയുകയാണ്. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ അടുത്തത് ഹൈ ജമ്പ് ആണ്. 1.06 മീറ്റർ ചാടണം. ലോങ് ജമ്പ് 3.05 മീറ്റർ ചാടണം. പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോഗ്രാം ഭാരമുള്ളതാണ്, അതായത് ഷോട്ട് പുട്ട് 4.88 മീറ്റർ എറിയേണ്ടതാണ്. 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിക്കണം. ത്രോയിങ് ദ ത്രോ ബോൾ 14 മീറ്റർ എറിയേണ്ടതാണ്. ഷട്ടിൽ റേസ് 25x4 മീറ്റർ 26 സെക്കൻഡ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റില് സ്കിപ്പിംഗ് 1 മിനിറ്റ് 80 തവണ 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കണം. അടുത്തതായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ശാരീരിക അളവുകൾ കായികക്ഷമത
മുന്നോടിയായിട്ട് അവർ പരിശോധിക്കുന്നതാണ്. നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുന്നതല്ല. കായികക്ഷമതാ പരീക്ഷയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ മറ്റോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആയതിന് പങ്കെടുക്കാൻ വീണ്ടും അവസരം നൽകുന്നതല്ല. ശാരീരിക അളവെടുപ്പ്, കായികക്ഷമത പരീക്ഷ എന്നിവ സംബന്ധിച്ച താൽക്കാലിക തീയതി 2025 ജനുവരി 15 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ ഇതിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപും തന്റെ പ്രൊഫൈലിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായിട്ടുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. അത് ഓർത്തിരിക്കുക. അവസാന തീയതിക്ക് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്താനോ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനോ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 29 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. ഇനി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ട ജാതി അല്ലെങ്കിൽ സമുദായം SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതിമാറ്റം സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പറയാനുള്ളത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.